2012 മുതൽ 2019 വരെ വിവിധ സർക്കാരുകൾ പല ദുരന്തഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട്. അത് ഒറ്റ ക്ലിക്ക് അകലെ എല്ലാവർക്കും ലഭ്യവുമാണ്. 2012 മുതൽ 2016 വരെയുള്ള UDF സർക്കാരുകളുടെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ ധൂർത്തായോ പെരുപ്പിച്ച കണക്കായോ ഇന്ന് വരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ആരും അന്നത് വിവാദമാക്കാതെ ഇരുന്നത്. വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണം എന്നതിനാണ് അന്നത്തെ പ്രതിപക്ഷം പോലും മുൻഗണന നൽകിയത്. എന്നാൽ ഇപ്പോൾ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ ഗ്രസിക്കുമ്പോൾ മലയാളികൾ കൂട്ടായ്മ കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും അവ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ തുരങ്കം വെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ്. അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്. ഇത്തരം ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. SDRFൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത്. എന്നാൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു. ഇത് മാത്രമല്ല, ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് 219 കോടി രൂപ മാനദണ്ഡപ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത്. കണക്ക് പെരുപ്പിച്ച് കാണിച്ചുവെന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ. അതിന് SDRF മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും പ്രാഥമിക ധാരണയുണ്ടായിരിക്കണം. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കിവെക്കുന്നുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. ഇത് മറ്റ് പദ്ധതി വിഹിതങ്ങളെപ്പോലെയല്ല, ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സായി പോകില്ല, അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 1 രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ
നേതൃത്വത്തിലുള്ള മുതിർന്ന 5 സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. വാർഷികമായി ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ വലിയ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത്. ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക. ഓഗസ്റ്റ് 9 തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരെ ദുരന്തത്തിൻ്റെ ആഘാതം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഓഗസ്റ്റ് 17 കേരളം മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത്.